എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കുറേ ദിവസമായല്ലേ ഞങ്ങൾ രണ്ടാളെ നിങ്ങൾ കണ്ടിട്ട്. ഇന്ന് രാവിലെ അമ്മ വന്നത്, അമ്മ ചായ കുടിക്കുന്നത് അല്ലേ മേ? ഇന്നത്തെ ചായക്ക് എന്തിയെ? ചോളപ്പൊടിയുടെ ചട്നി. ഇന്ന് ഞങ്ങൾ ചായക്ക് തിന്നത് ചോളപ്പൊടിയുടെ ചട്നിയും അതേപോലെ തന്നെ ഒരു നേന്ത്രം കായും അല്ലെ, ഒരു ഗ്ലാസ് ചായയും. അത്ര ഉള്ളത് അത്ര തന്നെ. ഇന്ന് രാവിലെ നല്ല മഴ ഉണ്ടായിന് അല്ലേ മേ? നല്ല മഴ. ഇപ്പൊ നല്ല വെയിലും. ഇപ്പൊ നമ്മ പുറത്തിരുന്നിട്ടുണ്ട്. നല്ല വെയിൽ പറഞ്ഞാ ഇപ്പൊ സമയം 10 മണിയായി. നല്ല വെയിലും അതെ. അപ്പൊ ഈ മുറ്റത്തിരുന്നിട്ട് നമ്മ രാവിലെ ചായ കുടിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. കുടിക്കാൻ തുടങ്ങിക്കോമേ. എന്റെ കയ്യില് ഫോണില്ലോണ്ട് ഞാനിപ്പോ കുടിക്കുന്നില്ല, കുറച്ച് നേരത്തെ കുടിക്കുന്നു. ചോളപ്പൊടിയുടെ ചട്നി നല്ല പാങ്ങുണ്ട്. പിന്നെ പഴവും. ചോളപ്പൊടിയില് നേന്ത്രക്കായ് നല്ലോണം കുഴക്കണം. എന്റെ ചായ ഇവിടെ തന്നെ ഉണ്ട്. എന്റെ ചായ ഞാൻ കുറച്ച് നേരത്തെ കുടിക്കുന്നു. അമ്മ തിന്ന് കാണിക്കാം. എല്ലാം ഒരേ നിറമായിപ്പോയി, പഴത്തിന്റെയും ചോളപ്പൊടിയുടെ എല്ലാം. ചായ കുടിക്കുന്നത് ചോളം രാവിലെ തന്നെ തിന്നാലും വലിയ വിശപ്പൊന്നുമില്ല. അങ്ങനെ ഞങ്ങളിപ്പോ എപ്പോഴും ചോളം ചട്നി ആക്കുന്നതന്നെ. അപ്പൊന്നും ആക്കിയിട്ടേ ഇല്ല. രാവിലെ ഞാൻ എണീക്കുമ്പോ കൊറേ ബൈതു. അപ്പൊ അമ്മ എല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ മേ? അതെ. പിന്നെ 9:30 എണീച്ചങ്ങനെ. ഇപ്പൊ സ്കൂളില്ലല്ലോ, അതുകൊണ്ട് ഞാനും എണീക്കാൻ നല്ലോണം ബൈതു. കായിത ഇങ്ങനെ ഞൗണ്ടണം, ഞൗണ്ടിട്ട് തിന്നേണ്ടത്. അമ്മ അങ്ങനെയല്ലേ തിന്നല്? ഞാനിങ്ങനെ തിന്നെ. അമ്മ പണ്ടത്തെ രീതിയില് ഇങ്ങനെ തിന്ന് കാണിക്കാം. സൂപ്പർ. ഞങ്ങളായിട്ട് ഇഷ്ടം ചട്നി ജിമ്മിക്ക്. തിന്ന മോനെ, തിന്ന. എന്താ നടക്കടാ, തിന്ന. അയ്യോ എന്തേപ്പാ, എന്റെ ചട്നി നല്ല ഇഷ്ടമല്ലപ്പാ. ഓൻ കൂട് പറഞ്ഞാലൊന്നും എളിയിട്ട് പായൊന്നും ചെയ്യില്ല. അവൻ ആഹാരം കിട്ടിയാൽ തിന്നുകൊണ്ടിരിക്കും. ഇന്നിപ്പോ തിന്നുന്നേ ഇല്ല, എന്തേന്ന് അറിയില്ല. തിന്നവന് ഇനി പഴം കൊടുക്കാഞ്ഞിട്ടുണ്ടോ? ഓനിപ്പോ തിന്നുമ്പോ എല്ലാം കുറച്ച് വലുതായില്ലേ, കുറച്ച് അഹങ്കാരം വന്നു. കുഞ്ഞാമ്പോ എല്ലാം തിന്നോണ്ടുണ്ടായിനി. തിന്നോടാ, എന്നിട്ട് വെറുതെ പോണം. തിന്ന. രാവിലെ കുറച്ച് ചോറും മീൻകറിയും കൊടുത്തിന്, എന്നിട്ട് അവർക്ക് തിന്നാതെ അവിടെ വെക്ക. ഇപ്പോഴങ്ങ് വേണമെങ്കിൽ തിന്നോട്ട്. അടക്കുന്നേ. ഓന് ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്തോ കുറവുണ്ടോ. ഇനി കുറച്ച് കഴിയുമ്പോ പാചകത്തിന്റെ വിശേഷമായി കാണാം.